ഫലസ്തീനിലെ അഭയകേന്ദ്രങ്ങൾ തകർത്താണ് ഇപ്പോൾ ഇസ്രയേൽ നരനായാട്ട് തുടരുന്നത്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കായി കഴിഞ്ഞ 9 മാസത്തോളമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനത. അഭയം തേടിയെത്തുന്നിടങ്ങളിലെല്ലാം ബോംബ് വർഷവുമായി ഇസ്രയേലും. കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിലാണ് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മേഖലയിൽ ആക്രമണം ശക്തമാണ്. ഗസയിലെ രണ്ടാമത്തെ നഗരമായ ഖാൻ യൂനിസിൽ നിന്ന് ആയിരങ്ങളാണ് രാവും പകലുമായി പലായനം ചെയ്യുന്നത്. ഖാൻ യൂനിസിൽ നിന്നാണ് കൂട്ടത്തോടെ ആളുകൾ പലായനം തുടങ്ങിയത്. പ്രദേശത്തു നിന്ന് നേരത്തെ ഇസ്രയേൽ ടാങ്കുകൾ പിന്മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യോമാക്രമണം തുടങ്ങിയത്. നേരത്തെ ഇവിടെയുള്ളവർ പലയിടങ്ങളിലേക്കായി പലായനം ചെയ്തിരുന്നു. ആക്രമണങ്ങളിൽ 8 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 ഇസ്രായേൽ സൈനികരും പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസയിൽ എവിടെയും സുരക്ഷിതമായ പ്രദേശമില്ലെന്നിരിക്കെ എവിടേക്ക് പോകണം എന്നറിയാതെ പ്രയാസത്തിലാണ് ഖാൻ യൂനിസിലുള്ളവർ. അതിനിടെ ഖാൻ യൂനിസിൽ പലായനം ചെയ്തവർക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടു. കുടുംബത്തിലെ 9 അംഗങ്ങൾ ഉൾപ്പെടെ 12 പേരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം നിർദ്ദേശിച്ചു. 25,000-ലധികം പേർ ഒഴിഞ്ഞുപോയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ത്രീകളും കുട്ടികളും കാൽനടയായും ലഭ്യമായ വാഹനങ്ങളിലുമാണ് ഒഴിഞ്ഞു പോകുന്നത്. ഗുരുതരമായി പരിക്കേറ്റവരെ സ്ട്രക്ചറുകളിലും വീൽചെയറുകളിലും തള്ളിക്കൊണ്ടാണ് ഉറ്റവർ രക്ഷാമാർഗം തേടുന്നത്. കണ്ണിൽ ചോരയില്ലാതെ ഇസ്രയേൽ ബോംബ് വർഷം തുടരുകയുമാണ്. നിരവധി പേരാണ് ആക്രമണത്തിൽ പരിക്കേറ്റ് കിടപ്പിലായിട്ടുള്ളത്.